ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഞാനൊന്നൊരു ഔട്ടിങ്ങിന് വേണ്ടി പുറത്തു പോവാണ് കേട്ടോ. അപ്പം ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഔട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇറങ്ങുന്നത്. വേറെ പല ആവശ്യങ്ങൾക്കും വേണ്ടി പുറത്തിറങ്ങുമ്പോൾ ഓരോരോ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടെന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ ഫാമിലിയുടെ ഒപ്പം പോകും. ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇച്ചിരി ദൂരം പോകാനുണ്ട്. ബസ്സിൽ പോകണം, നടക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത പ്ലേസ് ആയതുകൊണ്ട് ഞാൻ ബസ്സിൽ പോകാമെന്ന് വെച്ചേക്കുന്നതാണ്. ഞാൻ സ്റ്റോപ്പിൽ എത്തിയപ്പോഴത്തേക്ക് ഒരു ബസ് പോയി. അടുത്ത ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. വെയിലൊക്കെ മങ്ങിത്തുടങ്ങി. ഞാനൊരു 5:30 ആയി കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പം. അപ്പം എങ്ങനെയാണ് ഈ ഇതിൽ കൂടെ എത്തേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഇതിൽ കൂടെ പോയി നോക്കാം. പോകാമെന്ന് വിചാരിക്കുന്നു. ഈ വഴിയിൽ കൂടി ആയിരിക്കും ഉള്ളിൽ കയറാമെന്ന്, മീൻസ് ആ റിവർ സൈഡിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ഫുള്ള് ബിസി ആയിട്ടുള്ള റോഡാണ്. മുകളിൽ കൂടെയും താഴെ കൂടെയൊക്കെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണ്. നമ്മൾ സ്ഥിരമായിട്ട് സിറ്റിയിലോട്ട് പോകുന്ന ഒരു റോഡാണ് കേട്ടോ. പാലത്തിൽ കയറി പറ്റണം എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. നോക്കാം. പക്ഷികളുടെ കലപിലാരവം കേൾക്കുന്നുണ്ട്. ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്തോന്നത്. അതുതന്നെ അവർ രാത്രി കൂട്ടിൽ കയറാനുള്ള തിരക്കാണോ? അത്ര സമയമായിട്ടില്ല. ഇവിടെ വെയിലുണ്ട് ഇപ്പോഴും, കുറച്ചും കൂടി കഴിയണം. പക്ഷെ ഇവിടെ എന്തോ കാര്യമായിട്ട് അവരുടെ നടക്കുന്നുണ്ട്. അപ്പം ഞാനത് കറക്റ്റ് തന്നെയാണ്. എന്താണ് മക്കളെ, എന്താണ് പ്രശ്നം? അറിയില്ല. നല്ല തിരക്കുണ്ട്. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികളുടെ കലപില. ഒരു പറ്റം പക്ഷികളാണ്. നല്ല കാഴ്ച. ഇതെല്ലാം കൂടെ എന്നെ അറ്റാക്ക് ചെയ്യുമോന്നും അറിയില്ല. ഉണ്ടോ? പ്രാവുകളാണോ കൊക്കുറ്റാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവസാനം ഒരുപാട് കൺഫ്യൂഷനുകൾക്കിടയിൽ ഞാൻ കറക്റ്റായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പാലത്തിലേക്കുള്ള എൻട്രി ആവാറായി. പക്ഷെ അതിന് മുമ്പ് ഇവിടെ ഒരു ശില്പം പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം നമുക്ക് എന്താണെന്ന്. മുമ്പേ ഞാനിവിടെ വന്നിട്ട് കുറച്ചൊക്കെ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട്. കുറേ മുമ്പാണത്. ഇതെന്താണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട്? എന്ത് രൂപമായിട്ടാണ്? എന്തെങ്കിലും സമുദ്രത്തിലെ എന്തെങ്കിലും മത്സ്യമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ഞാനിവിടെ ഈ പാലത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുമ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഇതാണ്. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ വന്നിങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ വന്നിരിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈവനിങ്ങിലൊക്കെ വന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്യാം. അവിടെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. വാന ഡിഗിങ് സ്റ്റിക്ക് ആൻഡ് ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് അവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പം അത് നോക്കുന്നില്ല. എനിക്ക് കുറച്ച് ഈ ലൈറ്റിൽ എനിക്ക് കുറച്ച് കാര്യം ഈ ഫെയ്ഡ് ആവുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മൂവ് ചെയ്തു പാലത്തിലോട്ട്. എനിക്ക് ഇവിടുന്ന് എനിക്ക് സൺസെറ്റ് കിട്ടുമെന്ന് നോക്കാം. ഞാൻ ആ പാലത്തിൻ്റെ മുകളിൽ കയറി കാണുന്നതാണ്. ഇതാണ് കേട്ടോ ഞാൻ നടക്കുന്ന റോഡിൻ്റെ സൈഡിലത്തെ വ്യൂ ഇങ്ങനെയാണ്. ഇത് ഒരു കൽപ്പടവൊക്കെ വെച്ചിട്ടുണ്ട് ഇറങ്ങാൻ താഴത്തേക്ക്. അവിടുത്തെ ആ പുൽ മൈതാനത്തിൽ ഇരിക്കാനായിരിക്കും.
കൽപ്പടമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ വഴിയിലൊക്കെ വുഡൻ സ്റ്റിക്സ്, പിന്നെ അതുപോലെ തന്നെ ഈ ചെടി കാണാൻ നല്ല രസമുണ്ട്. വെറൈറ്റി ചെടി ഇവിടെ വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ചെടികളുണ്ട്. അതിനകത്ത് ഈ വൈറ്റ് കളറാണ് എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. എനിക്ക് തോന്നിയത് പ്രത്യേക കളറിലുള്ള ചെടികൾ ഇത് നിറയെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതങ്ങനെ റിവറിൻ്റെ അവിടേക്ക് ഇറങ്ങാനുള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ. പക്ഷെ ഞാൻ താഴത്തേക്ക് ഇറങ്ങില്ല. ഞാൻ പാലത്തിൽ നിന്നുള്ള വ്യൂ ആദ്യം നോക്കട്ടെ. എന്തൊരു രസം, എന്തൊരു നല്ല തണുത്ത കാറ്റ്. അപ്പം നിങ്ങളിവിടെ വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നന്നായിട്ട് ആസ്വദിക്കാം. എന്ത് രസമാണ്. പാലം ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ചും കൂടി ഡാർക്കാണ്. എനിക്ക് കുറച്ച് പേടിയാവുന്നുണ്ട്. ഈ നെറ്റ് വെച്ചതാണെങ്കിൽ കൂടിയും വീഴുമെന്ന്. എനിക്കൊക്കെ ഇതിൻ്റെ ഈ നെറ്റിൻ്റെ കൂടി കാണാൻ. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വാൻ റിവർ. സ്വാൻ റിവർ എന്ന് വിളിക്കാൻ എന്താണെന്ന് കാരണം എന്നറിയുമോ? അത് കുറച്ച് അരയന്നൊക്കെ പോലത്തെ കുറച്ച് പക്ഷികൾ അവിടെ നീന്തുന്നതാണ് വെള്ളത്തിൽ. സ്വാൻ എന്നാണ് വിളിക്കുന്നത്. സ്വാൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അരയന്നാണ്. ആ സ്വാൻ, കറുത്ത സ്വാൻസ് ഇഷ്ടംപോലെ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സ്വാൻ റിവർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇവിടെ ഷാർക്കൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു കേൾക്കുന്നുണ്ട്. ചില സമയത്ത് സ്വാൻ റിവർ ഡേഞ്ചറസ് ആവും. ആ കാണുന്ന പാലത്തിൽ കൂടിയാണ് നമ്മൾ സ്ഥിരമായിട്ട് സിറ്റിയിലോട്ട് പോകാറുള്ളത്. എനിക്ക് ഇതിനകത്ത് കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ നിൽക്കാൻ പേടിയാവുന്നുണ്ട് കേട്ടോ. എൻ്റെ കാലൊക്കെ ഇങ്ങനെ വേറൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. കാല് തെന്നിപ്പോകുന്നൊക്കെ. തെന്നിപ്പോകില്ല, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഒരു ഗ്രിപ്പില്ല, തെന്നിപ്പോകുന്നു. താഴെ വീണ് കഴിഞ്ഞു. നീന്തൽ അറിയുകയാണെങ്കിലും അറിയില്ലെങ്കിലും നമ്മൾ പേടിച്ച് പോകും ഇവിടുന്ന് താഴെ വീണ്. താഴെ വീഴില്ല, ഒരു സാധ്യതയില്ല. നെറ്റൊക്കെ വെച്ച് അടിച്ചേക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യാം ഞാൻ നിൽക്കുന്ന ഇത്. പക്ഷെ ഞാൻ താഴത്തേക്ക് വീഴുമോയെന്ന്. ഇത്ര ദിവസം ഞാൻ എന്താ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ, ഒരൊറ്റ പ്രാവശ്യം. ബാക്കിയുള്ള സമയത്ത് ഞാൻ എന്തിനെന്താ മിസ്സായത് ഇഷ്ടപ്പെടുന്നു. മിക്കവാറും ഇവിടുന്ന് സൺസെറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് സെറ്റ് ആവുന്നത്. പക്ഷെ എനിക്ക് വെയിലടിക്കുന്നുണ്ട്, കണ്ണിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ റിവർ കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് പാടില്ല. കൊതിയാവുക എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളം, പുഴ, കടലൊക്കെ കാണുന്നത്. ഭയങ്കര ആവേശമാണ്. അപ്പോൾ കൊതിയാവുന്നത് എന്തിനാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. ക്രേസി എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഞാൻ ക്രേസി ആവാണ് കുട്ടികളെ. ഞാനൊന്ന് മിക്കവാറും ഇന്ന് നൈറ്റ് ഇവിടെ തന്നെ സ്റ്റേ ചെയ്താലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അതൊന്നും നടക്കുന്ന പരിപാടിയല്ല. എന്നാലും സ്വാനുകൾ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇരിക്കാൻ. ഈ ബെഞ്ചിലിരുന്നിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കി സൺസെറ്റ് നോക്കാം, റിവറിനെ നോക്കാം, വേണമെങ്കിൽ നോക്കാം. പക്ഷെ ഇവിടെ നല്ല വെയിലടിക്കാണ്. ഞാൻ കുറച്ച് നടന്നു പാലത്തിൽ കൂടി. ഒരു പാലം കഴിഞ്ഞിട്ടുള്ളൂ, ഇനി വേറൊരു പാലം കൂടിയുണ്ട്.
രണ്ട് പാലായിട്ടാണ് കിടക്കുന്നത്. കാരണം ഇതൊരു യു ഷേപ്പിലുള്ള പുഴയാണ്, അതുകൊണ്ടാണ്. ഈ താഴത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇറങ്ങേണ്ടത് നോക്കണം. ആണോ, താഴത്ത് വേറൊരു സീനാണ്. പുഴ അങ്ങനെ യു ഷേപ്പിലാണ് കിടക്കുന്നത്. പിന്നെ ഒരു പാലം കൂടി ക്രോസ് ചെയ്യാനുണ്ട്. ഞാൻ തൽക്കാലം മറ്റേ ബ്രിഡ്ജിലോട്ട് ഇപ്പോൾ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തിരിച്ചു പോകേണ്ട സമയമായി. കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയേ ഉള്ളൂ സമയം ചിലവാക്കുന്നത്. കുറച്ച് നേരം കൂടി ഇവിടെയൊക്കെ ഇരുന്നിട്ട് പോകണം. ഇനി ഒരു ദിവസം വേറൊരു ദിവസം വരുമ്പോൾ ഞാൻ മറ്റേ പാലം കൂടി ക്രോസ് ചെയ്ത് പോകുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടിയിൽ ഒരു ഫൗണ്ടൻ പോലെ എന്തോ ഒരു പാർക്കൊക്കെ ഞാൻ കണ്ടായിരുന്നു. ആ ദൂരം അതിൻ്റെ അപ്പുറത്ത് വന്ന വഴിക്ക് അവിടെയും കൂടി ഒന്ന് ഇറങ്ങി അവിടെ എന്താണെന്നും കൂടെ നോക്കിയിട്ട് വേണം പോവാൻ. അപ്പം അതുകൊണ്ട് ഞാൻ മറ്റേ പാലം വരെ ഇന്ന് നടക്കുന്നില്ല. ഇത്ര വരെ, പകുതി വരെ മതി. അടുത്തൊരു ദിവസം ലാവിഷായിട്ട് വരുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ അത് മാത്രം എനിക്ക് കുറച്ചേ എടുക്കാനും പറ്റുള്ളൂ. എൻ്റെ ഫോണിൽ ഇനഫ് സ്പേസ് ഇല്ല. അപ്പോൾ അതെല്ലാം എനിക്ക് ഷൂട്ട് എടുക്കാനായിട്ട് ക്യാച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇപ്പം ഇല്ല. അവിടെ നല്ല സുഖമായിട്ടിരിക്കാനുള്ള തിങ്സൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സൗകര്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട റിവർ, അതിൻ്റെ വെള്ളം ഇതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി. അതാണ് സ്വാൻ. എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യാണ് ആക്ച്വലി. പക്ഷെ എനിക്കൊന്നും നോക്കാൻ പറ്റും. നല്ല ചെളിമണം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർ സമ്മതിക്കുമോ എന്നറിയില്ല, അവർ പേടിക്കുമോ. ആ വെള്ളം ഇളകുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ തത്തി കളിക്കുന്ന കാണാനുള്ള രസമുണ്ട്. എന്താണിത്, താറാവാത്ത എന്താണെന്ന് അറിഞ്ഞുകൂടാ. പേര് സ്വാൻ എന്നാണ്. പക്ഷെ അതിൻ്റെ അരയന്നമാണോ താറാവോ ആണോ എന്തായാലും കാണാൻ ഭാഗ്യമുണ്ടായി. അടുത്ത് ക്ലോസ് ആയിട്ട് എനിക്ക് നല്ല ക്ലോസ് ആയിട്ട് കാണാം. പക്ഷെ വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ അല്ലായിരിക്കും. പറഞ്ഞ് വിളിച്ചാലാണ് അടുത്തേക്ക് വരിക എന്നൊന്നും അറിയില്ല. ഞാൻ അടുത്തേക്ക് വരുംതോറും കക്ഷികൾ പോകും പേടിച്ചിട്ട്. ഐ എം യുവർ ഫ്രണ്ട്, അവിടെ നിൽക്കൂ, ഞാൻ നോക്കട്ടെ. ഇല്ല, സമ്മതിക്കില്ല. ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്തു. അവരെ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഞാൻ ഡിസ്റ്റർബ് ചെയ്തു. ഇവിടെ വാ, വെള്ളം ഒന്ന് ടച്ച് ചെയ്ത് നോക്കണോ. എന്നെ മോഹിപ്പിക്കുന്ന, നല്ല ക്ലിയർ ആയിട്ടുണ്ടല്ലേ. എന്നെ മോഹിപ്പിച്ച സൗന്ദര്യമുള്ള പുഴയാണത്. കണ്ടോ? ഓ, അങ്ങനെ നമുക്ക് എന്തൊക്കെ നല്ല കാഴ്ചകളാണ് ഈ പ്രകൃതി ഇങ്ങനെ ഒരുക്കി വച്ചേക്കുന്നത് അല്ലേ. നമുക്കിത് ഈ സ്ഥലമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്ന വെള്ളം കാണാൻ ഒരു പ്രത്യേക രസമല്ല. ഈ വെള്ളം സ്മെല്ലാണോ നല്ലതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ. ഇതെന്ത് തരം പാറയാണ്, ഫോസിലൊക്കെ ആയിരിക്കുമോ. കുറേ ഷെല്ലുകൾ കാണുന്നുണ്ട്. ഷെല്ലുകൾ ഇതെങ്ങനെ ഇരുന്ന് സുഖമാണ്. ഇതെങ്ങനെ ഇരിക്കുക. ഇതെല്ലാം ഇവിടെ അലൗഡാണോ എന്നറിയില്ല, കൊണ്ടുവന്നിരുന്ന് കഴിക്കാനൊക്കെ. പക്ഷേ നല്ല രസമാണെങ്കിൽ ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ പറഞ്ഞാൽ വളരെ രസമാണ്. വെയിലുള്ള സമയത്ത് പോലും ഇതാ ഇവിടെ വന്നിരുന്ന ഈ ഒരു തണലുണ്ട്. ഇവിടെ കുഞ്ഞൊരു വള്ളിക്കുടൽ പോലെ ഒരു സംഭവം. ഇവിടെയൊക്കെ വന്നിരിക്കാൻ പറ്റും. നല്ല മണമുള്ളൊരു ചെടിയാണല്ലോ, സുഗന്ധമുള്ളൊരു ചെടി. യൂക്കാലിപ്സിൻ്റെ മണമാണ്. പക്ഷെ ഞാനൊന്നും ഇത് യൂക്കാലിപ്സ് ആണെന്ന് അറിയില്ല. കാരണം എല്ലാ ചെടികളും ഇവിടുത്തെ ഞാൻ മണത്ത് നോക്കിയിട്ട് യൂക്കാലിപ്സിൻ്റെ മണം പോലെ പറയും. പിന്നെ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ പറയില്ല. പക്ഷെ നല്ല മണം വരുന്നില്ല. ഒരു ഔഷധത്തിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്.
കങ്കരു ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അതിനകത്ത് കയറിപ്പോയി. ഞാനൊന്ന് നോക്കട്ടെ കങ്കരുണ്ട്. സ്വാൻസ് പിന്നെയുണ്ട്. ഇവിടെ കങ്കരുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ അങ്ങോട്ട് പോയി. എന്നോടും പറഞ്ഞു കങ്കരുണ്ടെന്ന്. അവിടെ ബോർഡ് ഞാൻ വെച്ചിരുന്ന് കണ്ടു. അപ്പം ഞാൻ അവിടേക്ക് പോകണം. കങ്കരു നോക്കട്ടെ. ഇവിടെ എവിടെയോ കറങ്ങി നടക്കുന്നത്. പക്ഷേ ഈ സമയത്തൊന്നും അവർ സാധാരണയായിട്ട് പുറത്തിറങ്ങില്ല. അതുകൊണ്ട് നൈറ്റ് ആകുമ്പോഴായിരിക്കും അവരുടെ വിഹാരം. എന്തോ അവർ പറയാനിട്ട് അവരെ പുറകെ പോകുന്നുണ്ട് കേട്ടോ. ഈ ചെറിയ കാടുകൾക്ക് എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു ബുഷസ് അങ്ങനെയുള്ള കുഞ്ഞു കാടുകളാണ്. കങ്കാരു ഇല്ലെങ്കിലും പാമ്പുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് ഉണ്ടാവുമെന്നറിയില്ല. ഞാനിപ്പോൾ ഇതാ നമ്മുടെ പാലം കണ്ടോ, ഞാൻ വന്ന പാലം അതാണ്. അവിടെ നിന്ന് ഞാനെന്താ ഇങ്ങനെ കുറച്ച് ദൂരം നടന്നു കണ്ട. എനിക്കതിലൊരു പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ സ്വാൻ റിവർ ഞാൻ എപ്പോഴും ദൂരം നോക്കുമ്പോൾ ഒരു ബ്ലൂ കളറിലാണ് കാണുന്നത്, ഒരു കരിനീല കളറിലാണ്. പക്ഷെ അടുത്തേക്ക് വരുമ്പോൾ വെള്ളം നോർമൽ പോലെയാണ്. പക്ഷേ നമ്മൾ ദൂരം നിന്ന് നോക്കുമ്പോൾ ഒരു കരിനീല കളറിലാണ് ആ വെള്ളം. അപ്പോൾ കങ്കാരു ഉണ്ടെന്ന് അവർ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാൻ തിരിച്ചു പോവുകയാണ്. കാരണം എനിക്ക് ഇവിടെ നിന്ന് നോക്കി നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ തിരിച്ച് നടക്കുകയാണ്. വളരെയധികം സങ്കടത്തോടുകൂടി വിഷമത്തോടുകൂടി ഞാൻ അടുത്ത പാലം കയറാതെ തിരിച്ചു പോവുകയാണ്. പുഴയുടെ സൈഡിൽ നിന്ന് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചാലോ എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്തെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും വീട്ടുകാരെല്ലാവരും കൂടി വരും നോക്കാം. അപ്പം ഞാൻ ഒറ്റയ്ക്ക് കുറേ നേരം ഇവിടെ നിന്ന് കളിച്ചാൽ ശരിയാവില്ല. ഈ പുഴ മുഴുവൻ എനിക്ക് സ്വന്തമായതുപോലെയാണ്. മാത്രമേ ഉള്ളൂ സ്വന്തം. അപ്പോൾ ആ പാലത്തിൻ്റെ അടുത്തെത്താറായി. തിരിച്ച് അതേ വന്ന വഴി കൂടി തന്നെ പോവാണ്. കുറേ സമയം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തല്ലുണ്ടല്ലോ, അറിയില്ല. എനിക്ക് തോന്നണം നമ്മൾ കമ്പ്യൂട്ടറെല്ലാം കൊണ്ട് ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാറ്. സുഖമായിട്ട് ഫുഡെല്ലാം കൊണ്ടൊന്ന് വർക്ക് ചെയ്ത് രാവിലെ വന്നിട്ട് വൈകുന്നേരം പോയാൽ മതി. പക്ഷേ ചാർജ് ചെയ്യാനുള്ള പ്ലഗ് പോയിൻ്റ് ഒന്നുമില്ലല്ലോ. ഇനി അതും കൂടി വേണുള്ളൂ. അത്യാഗ്രഹമായി പോവില്ലേ. അങ്ങനെ ഈ ഗേറ്റിനെ കടന്ന് നമ്മൾ പാലത്തിൻ്റെ മുകളിൽ കയറി അപ്പുറത്തെ സൈഡിലെത്തി. അവിടെ എന്തോ ഒരു വണ്ടർല പോലത്തെ എന്തോ ഒരു ഫൗണ്ടൻ പോലെ ഞാൻ കണ്ടു. എനിക്ക് ഇവിടുന്ന് തോന്നുന്നതാണ് ഫൗണ്ടൻ പോലെ എന്തോ. അതും കൂടി എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് കയറാണ്. ഞാൻ പാലത്തിൻ്റെ ആ സൈഡിൽ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നടന്നത്. അവിടെ ആ സ്വാൻസിനെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയതാണ്. ഈ സൈഡിൽ എന്താണെന്നും കൂടി ഒന്ന് നോക്കാം. ഇവിടെ അവിടെ ഒരാൾ ചൂണ്ടയിടാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ ഫിഷിംഗ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ആൾക്കാർ മീൻ പിടിക്കാറുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ചൂണ്ടയിടുന്നുണ്ട്. എന്താണ് ഇത്ര നാളായിട്ട് നമുക്കിങ്ങനെ ഒരു ഐഡിയ തോന്നാതില്ല. സമയമില്ലാഞ്ഞിട്ട് കേട്ടോ, അല്ലെങ്കിൽ എപ്പോഴേ വന്നേനെ. തലങ്ങും വിലങ്ങുമാണ് വണ്ടികൾ പോകുന്നത്. ഇപ്പോൾ ഒരു ഈവനിങ് ടൈമല്ല, എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന, സ്കൂളിലിട്ട് ട്യൂഷൻസൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന ഒരു സമയമല്ലേ. തലങ്ങും വിലങ്ങുമാണ് വണ്ടികൾ ഓടുന്നത്. സൺസെറ്റ് കാണാൻ നിൽക്കുന്നില്ല. അങ്ങനെ കണ്ടാൽ യുക്കാലിപ്സിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇങ്ങനെ പോയാൽ പാലത്തിൽ കൂടി കയറാൻ വഴിയുണ്ടോ? ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇല്ല എന്ന് തോന്നുന്നുണ്ട്.
എങ്ങനെ ഇട്ടിട്ടുണ്ടോ? അവിടെ ഒരു കൽപ്പടവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് ഉണ്ടോ അവിടെ കയറാൻ? ജസ്റ്റ് ഈ റോട്ടിൽ കൂടെ ഒന്ന് പോയി നോക്കാം. എനിക്ക് ആ പാലത്തിലേക്ക് കയറണം, പക്ഷെ അത് അവിടെ കയറാൻ പറ്റുമോ എന്നറിയില്ല. നോക്കാം. സ്കൾപ്ചറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതെന്താണ് ഐറ്റം ഇവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒരു സാധനമാണ്. അവർ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ക്ഷമയില്ല വായിച്ചു നോക്കാൻ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതുപോലെ നല്ല മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആർക്കും ഇവിടെ ഫ്രീ ടൈം ഇല്ല എന്നുണ്ടെങ്കിലും, ഫ്രീ ടൈം ഉള്ളവരുണ്ട്, ജോലി ഇല്ലാത്തവരൊക്കെ ഉണ്ട്. ഗവൺമെൻറ് അവരെ ഹെൽപ്പ് ചെയ്യും, അങ്ങനെയുള്ളവരുണ്ട്. അവർക്കൊക്കെ വന്നിരിക്കാം. അങ്ങനെ ഫ്രീ ടൈം ഇഷ്ടമുള്ളവർ, അങ്ങനെ അല്ലാത്തവരൊക്കെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അധികവും എല്ലാവരും ബിസി ആണെങ്കിലും ഇങ്ങനെ ഇവിടെ എല്ലാവർക്കും വന്നിരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളും ലേഷർ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെയുള്ള സമയമൊക്കെ ഉള്ള സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. സമയം ഒത്തിരി ഒന്നും അങ്ങനെ കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഈ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് മറ്റേ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ എന്നിട്ട് ഈ വഴി കൂടെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കയറിയതാണ് നമ്മുടെ പാലം. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ നടക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ സൈക്ലിങ്ങിനും നടക്കാനൊക്കെ വേണ്ടി വരുന്നുണ്ട്. ഞാൻ അവരെയൊന്നും അധികം ഇതിൽ വരാതെ ഒഴിവാക്കുന്നതാണ്. അവരുടെ പ്രൈവസിൽ കയറി നിൽക്കുന്നു. നമ്മൾ വീഡിയോ എടുക്കാൻ മാറില്ല. അതുകൊണ്ട് വിഷുവിന് വേണ്ടി ആരെങ്കിലും നിൽക്കുന്ന ആളുകളൊക്കെ അവിടെ നിൽക്കുന്നതാണ്. ഇടയ്ക്ക് ഫൗണ്ടൻ പോലെ തോന്നി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നാണ്. ഫൗണ്ടൻ അല്ലായിരുന്നു, അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് പോലെയായിരുന്നു. സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലമായിരുന്നു. ഫൗണ്ടൻ അല്ല, വാട്ടർ തീം പാർക്ക് പോലെയാണ് എനിക്ക് തോന്നിയത് ദൂരം നോക്കി. പക്ഷെ അല്ലായിരുന്നു. അത് സ്കേറ്റിംഗ് ചെയ്യുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഇനിയൊരു ദിവസം പുഴ കാണാൻ വീണ്ടും വരാം. സൂര്യൻ അസ്തമിക്കാറായിക്കൊണ്ടിരിക്കുന്നു. കണ്ണിലേക്ക് വെളിച്ചടിക്കുന്നുണ്ട്, കണ്ണ് വേദനിക്കുന്നുണ്ട്. ഇനിയൊരു ദിവസം നമുക്ക് വരാം, കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. ഇവിടെ എന്താണ് ഇപ്പം നമുക്ക് തിരിച്ചു പോകാം. കണ്ടോ, സ്ഥലത്തിൻ്റെ വ്യൂ കണ്ടോ ഇവിടെ നിന്ന്? അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം വരാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.